ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് തെർമൽ എഞ്ചിനീയറിംഗ് സെക്ഷനിലെ സൈക്കിൾസ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്കിൾസ് ഉണ്ട്. എയർ സൈക്കിൾസ്, റിഫ്രിജറേഷൻ സൈക്കിൾസ്, വേപ്പർ സൈക്കിൾസ് അല്ലെങ്കിൽ സ്റ്റീം സൈക്കിൾസ്, പിന്നെ ഗ്യാസ് സൈക്കിൾസ്, അങ്ങനെ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്കിൾസ് ഉണ്ട്. അതിനകത്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് റിപ്പീറ്റഡ് ആയി വന്ന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഗ്യാസ് ടർബൈൻസ് ആ ഒരു കാറ്റഗറിയിൽ നിന്ന്, അതായത് ഗ്യാസ് പവർ പ്ലാന്റിനകത്ത് വരുന്ന കാറ്റഗറിയിൽ കൂടുതൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷനിൽ പറയാം. നമുക്കറിയുന്ന കുറച്ച് സൈക്കിൾസ്: എയർ സൈക്കിൾസ്, പിന്നെ വരുന്നത് ഗ്യാസ് സൈക്കിൾസ്, പിന്നെ റെഫ്രിജറേഷൻ സൈക്കിൾസ്, പിന്നെ വരുന്നത് സ്റ്റീം സൈക്കിൾ. ഓക്കെ, ഇതിനകത്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്കിൾസ് ഉണ്ട്. എയർ സൈക്കിൾസിനകത്ത് ഒരു 3-4 കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് സൈക്കിൾസിനകത്ത്, റെഫ്രിജറേഷൻ സൈക്കിൾസിനകത്ത്, സ്റ്റീം സൈക്കിളിൻ്റെ അകത്തൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഗ്യാസ് ടർബൈൻ സൈക്കിൾ കൺസിസ്റ്റ് ഓഫ്. ഗ്യാസ് ടർബൈൻ സൈക്കിൾ, അപ്പോൾ ഗ്യാസ് സൈക്കിൾസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സൈക്കിളാണ് ബ്രാറ്റൺ സൈക്കിൾ. ഓക്കെ, ബ്രാറ്റൺ സൈക്കിൾ എന്ന് പറയും. ബ്രാറ്റൺ സൈക്കിൾ അതായത് നോർമലി ഗ്യാസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്താണ് ബ്രാറ്റൺ സൈക്കിളാണ്. വേറെ ഒന്നുള്ളത് ആക്ടിങ്സൺ സൈക്കിളാണ്. അപ്പോൾ അതത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബ്രാറ്റൺ സൈക്കിൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കാറ്റഗറി ആലോചിക്കേണ്ട കാര്യം, ഇതിനകത്ത് ഏതൊക്കെ ലിമിറ്റാണ് നോക്കുന്നത്. അതായത് പ്രഷർ, കോൺസ്റ്റന്റ് പ്രഷറാണോ, കോൺസ്റ്റന്റ് ബോഡിയാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ന് നോക്കാം. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓട്ടോ സൈക്കിളുണ്ട്, ഡീസൽ സൈക്കിളുണ്ട്, അങ്ങനെ ഓരോ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഇതുപോലെ തന്നെ സൈക്കിൾസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക. ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ ചാനലിൽ തന്നെ ടിപ്സ് ആൻഡ് ടോക്സ് എന്നാണ് ഒരു കാറ്റഗറിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സൈക്കിളിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ഉണ്ടാവും. അപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ സ്ട്രീമിംഗ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ലൈവായിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, ഇപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഇപ്പം നിവൃത്തിയുള്ളൂ. കാരണം ഇത് എഡിറ്റ് ചെയ്ത് പിന്നെ വീണ്ടും അപ്ലോഡ് ചെയ്യണം. നേരെ മറിച്ച് ഡയറക്റ്റ്ലി ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 hour 2 hour ക്ലാസ് എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് ഗ്യാസ് ടർബൈൻ സൈക്കിളാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്കിപ്പം ഒരു TS ഡയഗ്രം കൺസിഡർ ചെയ്യാം. ജസ്റ്റ് ഞാൻ പറയുന്നത് എങ്ങനെയാണ്, ഇതെങ്ങനെ ഓർത്തിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, TS ഡയഗ്രം കൺസിഡർ ചെയ്യുക, അതായത് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം. അപ്പം ഇതിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഒരു സാച്ചുറേഷൻ ലൈൻ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അതായത് സാച്ചുറേഷൻ ലിക്വിഡ് ലൈനും ഇത് സാച്ചുറേഷൻ വേപ്പർ ലൈനും. ഓക്കെ, അതായത് നമുക്കൊരു ഒരു മെറ്റീരിയൽ ഹീറ്റ് ആക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ലാറ്റൻ ഹീറ്റ് ഉണ്ടാവും. അതായത് ടെമ്പറേച്ചർ എന്താ പറയുക, ചേഞ്ച് ചെയ്ത്, അതായത് ലിക്വിഡ് ഫോമിൽ നിന്ന് വേപ്പർ ഫോമിലേക്ക് മാറ്റുന്ന ഒരു ചേഞ്ച് ആണ്. അതിനുശേഷം അത് വീണ്ടും ഗ്യാസസ് ഫോമിൽ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്യാസ് ടർബൈനാണ്. ഗ്യാസ് ടർബൈൻ്റെ ഫ്യൂൽ, അതായത് ഇൻപുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചാർജ് എന്ന് പറയുന്ന സാധനം ഗ്യാസ് ആയിരിക്കും. ഓക്കെ, എയർ സൈക്കിൾസിനകത്ത് യൂസ് ചെയ്യുന്ന എയറിൻ്റെ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ എയർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്യാസ് ടർബൈനകത്ത് ഗ്യാസ് ആണ്, സ്റ്റീം ടർബൈനകത്ത് സ്റ്റീം ആണ് യൂസ് ചെയ്യുന്നത്. റിഫ്രിജറേഷൻ സൈക്കിളിനകത്ത് റെഫ്രിജറൻ്റ് ആണ് അതിനകത്ത് ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ചാർജ്, ഫ്യൂൽ എന്നല്ല ചാർജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ ബ്രാറ്റൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് ആണ് അതിൻ്റെ ഇന്ധനം, അല്ലെങ്കിൽ ഗ്യാസ് ആണ് അതിൻ്റെ സൈക്കിളിനകത്ത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതായത് വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആണ്. ഗ്യാസിൻ്റെ ഏത് ലിമിറ്റ് എടുത്താലും ഇതിന് ശേഷമേ വരും. അതായത് സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൻ്റെ മുകളിലായിരിക്കും ഇതിൻ്റെ ലൈന് വരും. ഓക്കെ, അപ്പം ഈ ലൈന് പാരലായിട്ട്, അതായത് ഇതിന് ശേഷം വരുന്ന ലൈനൊക്കെ ഒരു എന്താ പറയുക, ഒരു ആംഗിളിൽ പാരലായിട്ട്, അപ്പോൾ TS ഡയഗ്രത്തിൻ്റെ പർട്ടിക്കുലർ ആംഗിളിൽ പാരലായിട്ടാണ് ലൈന് വരിക. ഓക്കെ, ഇതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. ഇവിടെ വേറെ ഒരു ലൈൻ ഉണ്ട് വിചാരിക്കാം. ഈ ലൈൻ ഉണ്ടെങ്കിൽ വന്നിട്ട് ഇതിന് പാരലായിട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു സെക്ഷൻ മാത്രമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്യാസ് സൈക്കിളിൻ്റെ അകത്ത് വരുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പുറത്തോട്ടുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് സെക്ഷൻ, അതായത് സാച്ചുറേറ്റഡ് ഗ്യാസ് സ്റ്റേറ്റിനകത്ത്, ലിക്വിഡ് സ്റ്റേറ്റിനാണ് ഗ്യാസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിനകത്തേക്ക് വേപ്പർ സ്റ്റേറ്റ് എന്നാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം അതിന് പുറത്തോട്ടുള്ളത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഗ്യാസ് സ്റ്റേജിലേക്ക് ഉണ്ടാവുക. അപ്പം ഈ ഒരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എങ്ങനെ ഉണ്ടാകും നമ്മുടെ ഗ്രാഫ്, അതായത് താഴെയുള്ള പോർഷൻ കംപ്ലീറ്റ്ലി നമ്മൾ റിമൂവ് ചെയ്തു. ഈ ഭാഗമൊന്നും വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് TS ഡയഗ്രം വന്നാൽ ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് ലൈൻ ഉണ്ടാവുക. അതായത് പ്രഷർ P1 എന്ന് പറഞ്ഞ പ്രഷർ ആയിരിക്കും, രണ്ടാമത്തെ ലൈന് P2 എന്ന് പറഞ്ഞ പ്രഷർ ആയിരിക്കും. ഓക്കെ, അപ്പം ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഇങ്ങനെയാണ് ഇതിനകത്ത് പ്രോസസ്സ് ആണ്. ഈ രണ്ട് പ്രഷർ ലൈനിൻ്റെ ഇടയ്ക്കാണ്, അതായത് 2 പ്രഷർ ലിമിറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ് നമ്മൾ ഗ്യാസ് ടർബൈൻ്റെ അകത്ത് കാണാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ഇടയ്ക്ക് വരുന്ന രണ്ട് ലൈനുകൾ, അതായത് ഇത് കോൺസ്റ്റന്റ് എൻട്രോപ്പി അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് ലൈനുകളായിരിക്കും. റിവേഴ്സിബിൾ അഡിയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് ലൈനുകളായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഒരു ഗ്യാസ് ടർബൈൻ അല്ലെങ്കിൽ ബ്രാറ്റൺ സൈക്കിളിൻ്റെ പ്രോസസ്സ്, അതായത് കംപ്ലീറ്റ് പ്രോസസ്സ്. ഇത് പറഞ്ഞാൽ കംപ്രഷൻ, ഇത് ഹീറ്റ് അഡിഷൻ, ഹീറ്റ് സപ്ലൈ, ഹീറ്റ് റിജക്ഷൻ. ഓക്കെ, ഇവിടെ കംപ്രഷൻ വരും, ഇവിടെ വർക്ക് ഡൺ ബൈ ടർബൈൻ.
ഇവിടെ WC കംപ്രഷൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് വർക്ക് ഔട്ട്പുട്ട് ഇവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഐസോതെർമൽ പ്രോസസ്, 2 ഐസെൻട്രോപിക് പ്രോസസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഐസോതെർമൽ പ്രോസസ് അല്ല. ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ്, അതായത് 1 to 2, 2 to 3, 3 to 4. ഓക്കെ, ഇങ്ങനെയാണ് പ്രോസസ്സ് വരുന്നത്. ജസ്റ്റ് ഞാൻ വേറെ ഇങ്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തിക്കാനാണ്. ഇത് രണ്ടെണ്ണം ഐസെൻട്രോപിക്. ഓക്കെ, മറ്റേ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം പറയാവുന്ന കേസ്, ഓക്കെ, അറിയുന്ന 2 കേസ്, ഇത് രണ്ടെണ്ണം കോൺസ്റ്റന്റ് പ്രഷറാണ്. അതെങ്ങനെയാണ് വന്നത് ഞാൻ ഇവിടെ പറഞ്ഞു തന്നു. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു എന്താ പറയുക സ്ലാൻഡ് ആയിട്ടുള്ള ലൈനുകൾ എന്നൊക്കെ പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ ആയിരിക്കും. നമ്മളിപ്പോൾ TS ഡയഗ്രാം പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കാൻ, ഞാൻ അത് ആ ഒരു സെക്ഷൻ മാത്രം വേണമെങ്കിൽ ബ്രാറ്റൺ സൈക്കിൾ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, ബ്രാറ്റൺ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ച് ഞാൻ ചെയ്യാൻ പറ്റുന്നു മാക്സിമം ഞാൻ ശ്രമിക്കാം. കാരണം വലിയ വീഡിയോ ചെയ്യണമെങ്കിൽ ലൈവ് സ്ട്രീമിങ്ങിലേ പറ്റും. ചെറിയ പാർട്ടായിട്ട് നമ്മൾ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി 2 ഐസെൻട്രോപിക് ആൻഡ് 2 കോൺസ്റ്റന്റ് വോളിയം ലൈൻസ്. കോൺസ്റ്റന്റ് വോളിയം ലൈൻ വരുന്നില്ല, ഐസെൻട്രോപിക് ലൈൻ വരുന്നുണ്ട്. ഓക്കെ, 2 ഐസെൻട്രോപിക് ലൈൻ, 1 കോൺസ്റ്റന്റ് വോളിയം, 1 കോൺസ്റ്റന്റ് പ്രഷർ. ഈ 1 കോൺസ്റ്റന്റ് വോളിയം 1 കോൺസ്റ്റന്റ് പ്രഷർ ലൈനൊക്കെ വരുന്നത് ഡീസൽ സൈക്കിളിനകത്താണ്. അത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, 2 ഐസെൻട്രോപിക് ലൈൻ ഉണ്ട്, പക്ഷേ ഇതില്ല. ഓക്കെ, 2 ഐസെൻട്രോപിക് ലൈൻ ആൻഡ് 2 കോൺസ്റ്റന്റ് പ്രഷർ ലൈൻസ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി നമ്മൾ കിട്ടിയ സാധനം. അതായത് കോൺസ്റ്റന്റ് പ്രഷർ ആയിട്ട് 2 ലൈൻ 2 to 3 അതുപോലെ തന്നെ 4 to 1 കോൺസ്റ്റന്റ് പ്രഷർ ലൈനാണ്. പിന്നെ 1 to 2 3 to 4 ഐസെൻട്രോപിക് പ്രോസസ്സാണ്. ഇവിടെ ഐസെൻട്രോപിക് കംപ്രഷനും ഇവിടെ ഐസെൻട്രോപിക് കംപ്രഷനും, അതായത് ഇൻപുട്ട് കൊടുക്കുന്നത് കംപ്രസർ വെച്ചിട്ട് നമ്മൾ ആ എന്താ പറയുക ഗ്യാസിനെ കംപ്രസ് ചെയ്യുക. അതിനുശേഷം ഐസെൻട്രോപിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ടർബൈനകത്ത് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡി. അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിൽ. അതായത് ഡയറക്റ്റ്ലി ഇതുപോലെ തന്നെയല്ല ചോദിക്കുന്നത്, വേറെ രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. എന്താണ് ഗ്യാസ് ടർബൈൻ? അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ബ്രൈറ്റൺ സൈക്കിൾ. ഓക്കെ, പിന്നെ ഒന്നുള്ളത് ആറ്റിൻസൺ സൈക്കിളാണ്. ആറ്റിൻസൺ സൈക്കിൾ അത്ര ചോദിച്ച് കണ്ടില്ല ക്വസ്റ്റ്യൻസ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഓരോ, അതായത് ഗ്യാസ് ടർബൈനകത്ത് എത്ര സൈക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എത്ര ഉണ്ട്, റെഫ്രിജറേഷൻ സൈക്കിൾസ് എത്ര ഉണ്ടെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് റീജനറേഷൻ ഈസ് യൂസ്ഡ് ഇൻ വിച്ച് സൈക്കിൾസ്? ഓക്കെ, ഇതിനകത്ത് ഏത് സൈക്കിൾസ് ആണ് റീജനറേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അതായത് റീഹീറ്റിംഗ്, റീജനറേഷൻ, ഇന്റർ കൂളിംഗ്, അങ്ങനെ പറഞ്ഞ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡീഷണൽ, അതായത് നമുക്ക് എഫിഷ്യൻസി കൂട്ടാനൊക്കെ വേണ്ടിയുള്ള ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. അതിനകത്തുള്ള റീജനറേഷൻ എന്ന് പറഞ്ഞ സൈക്കിൾ, റീജനറേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന 2 സൈക്കിളുണ്ട്. അത് 2 സ്റ്റിർലിംഗ് സൈക്കിളും എറിക്സൺ സൈക്കിളുമാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് റാങ്കൈൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ വേപ്പർ സൈക്കിളാണ്. അത് നമ്മുടെ എന്താ പറയുക റീജനറേഷൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് 2 സ്റ്റിർലിംഗ് സൈക്കിളും എറിക്സൺ സൈക്കിളും രണ്ടും എയർ സൈക്കിളാണ്. ഈ രണ്ടിലും യൂസ് ചെയ്യുന്നത് റീജനറേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. ഓക്കെ, റീജനറേഷൻ ടെക്നിക്ക് അതെന്താണെന്ന് വെച്ചാൽ ഐസോതെർമൽ പ്രോസസ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഐസോതെർമൽ പ്രോസസ്സ് നോർമൽ കേസിൽ കംപ്രഷൻ്റെ അകത്തും എക്സ്പാൻഷൻ്റെ അകത്തും നടത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കോൾഡ് സോഴ്സും അല്ലെങ്കിൽ ഹോട്ട് സോഴ്സും വെച്ചിട്ട് അതിനെ റീജനറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഈ സ്റ്റെർലിംഗ് സൈക്കിളിൻ്റെയും എറിക്സൺ സൈക്കിളിൻ്റെയും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 100%, അതായത് റീജനറേഷൻ നടക്കുകയാണെങ്കിൽ 100%, ഇതൊക്കെ ഞാൻ പറയുന്ന പോയിന്റുകളാണ്, സൈക്കിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് 100% എഫിഷ്യൻസി വെൻ റീജനറേഷൻ ഈസ് 100% റീജനറേഷൻ ഉണ്ടാണെങ്കിൽ 100% എഫിഷ്യൻസി ഉണ്ടാവും. അപ്പം ഇതിൻ്റെ എഫിഷ്യൻസി ഓഫ് സ്റ്റിർലിംഗ് സൈക്കിൾ ഈക്വൽ ടു എഫിഷ്യൻസി ഓഫ് എറിക്സൺ സൈക്കിൾ ഈക്വൽ ടു എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ. ഇതിൽ കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസി ആണ് എന്താ? മാക്സിമം എഫിഷ്യൻസി 100% എഫിഷ്യൻസി ഉണ്ടാകുന്ന ഒരു ഇമാജിനറി സൈക്കിളാണ് കാർനോട്ട് സൈക്കിൾ. ഓക്കെ, ഒരിക്കലും പോസിബിൾ അല്ലാത്ത സൈക്കിളാണ് കാർനോട്ട് സൈക്കിൾ. നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്കിപ്പം ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു +2, +1, +2 തൊട്ട് പഠിക്കാൻ തുടങ്ങിയ കാർനോട്ട് സൈക്കിൾ എന്താണ്. ഓക്കെ, അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ഇമാജിനറി കൺസെപ്റ്റാണ്. അതിൻ്റെ എഫിഷ്യൻസിന് അത്ര എത്താൻ നോക്കുകയാണ് നമ്മൾ ബാക്കിയുള്ള എഞ്ചിൻ്റെ ഒക്കെ മാക്സിമം എഫിഷ്യൻസി. ഓക്കെ, അങ്ങനെയാണ് എഫിഷ്യൻസി കൂടുതലായി കിട്ടുന്നത്. അപ്പം ഇതിനകത്ത് റാങ്കൈൻ സൈക്കിൾ, വേപ്പർ സൈക്കിൾ എന്ന് പറഞ്ഞു. ബ്രൈറ്റൺ സൈക്കിൾ നമ്മൾ നേരത്തെ കണ്ടു, ഗ്യാസ് സൈക്കിളാണ്. ഓക്കെ, അപ്പം 2 എയർ സൈക്കിൾ, സ്റ്റിർലിംഗ് സൈക്കിളും എറിക്സൺ സൈക്കിളിൻ്റെ അതും വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റീജനറേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ല? അടുത്തത്, ദ കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് ടർബൈൻ വർക്ക്സ് ഓൺ. നിങ്ങൾ ഒറ്റ കാര്യം വിളിക്കുക,
കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്യാസ് ടർബൈൻ നോർമലി ഗ്യാസ് പവർ പ്ലാന്റ് അകത്ത് യൂസ് ചെയ്യുന്ന സൈക്കിൾ എന്ന് പറഞ്ഞാൽ ബ്രേട്ടൺ സൈക്കിളാണ്. നോർമലി അല്ലാത്ത കേസിൽ ചില കേസിൽ ആറ്റ്കിൻസൺ സൈക്കിൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് ഒരു എക്സെപ്ഷണൽ കേസാണ്, എല്ലാ കേസിലും യൂസ് ചെയ്യാറില്ല. ബ്രേട്ടൺ സൈക്കിളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് ടർബൈൻ വർക്ക്സ് ഓൺ ഏതൊക്കെ സൈക്കിളാണ്? റാങ്കൈൻ സൈക്കിൾ എന്താണ്? വേപ്പർ അല്ലെങ്കിൽ സ്റ്റീം പവർ പ്ലാന്റിലാണ് യൂസ് ചെയ്യുന്നത്. കാർനോട്ട് സൈക്കിൾ എയർ ആണ്. അതിന്റെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്താ നോക്കിയത്? ഇതിൻ്റെ അകത്ത് സ്റ്റീമാണ്, ഇത് കാർനോട്ട് സൈക്കിളിനകത്ത് എയർ ആണ്. ബെൽ കോൾമാൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ റെഫ്രിജറേഷൻ സൈക്കിളാണ്. അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ റിവേഴ്സ്ഡ് ബ്രാട്ടൺ സൈക്കിൾ എന്ന് പറയാൻ പറ്റും. ബ്രാട്ടൺ സൈക്കിൾ അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ. ഓക്കെ, ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഇത് തന്നെ ചോദിക്കും, ബെൽ കോൾമാൻ സൈക്കിൾ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സൈക്കിൾ, റിവേഴ്സ്ഡ് ബ്രാട്ടൺ സൈക്കിളിനെ വേറെ ഏത് രീതിയിൽ ചോദിക്കാൻ പറ്റും എന്നൊക്കെ അത് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതായത് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ബെൽ കോൾമാൻ സൈക്കിൾ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the air standard efficiency of an Otto cycle is given by which of the one of the following equation? Okay, അപ്പം ഇതിനകത്ത് ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയാണ് ചോദിച്ചത്. ഓട്ടോ സൈക്കിൾ. ഓക്കെ, ഓട്ടോ സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നോർമലി എടുക്കുകയാണെങ്കിൽ പി വി ഡയഗ്രാം. ഓക്കെ, ഈ പി വി ഡയഗ്രത്തിൻ്റെ അകത്ത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്, രണ്ടും കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് വരുന്ന പ്രോസസ്സിനെയാണ് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത്, അതായത് വൈ ആക്സിസിൽ പ്രഷറും എക്സ് ആക്സിസിൽ വോളിയമാണ് വരുന്നത്. അപ്പോൾ 1, 2, 3, 4. ഞാൻ ഓട്ടോ സൈക്കിൾ പറയാൻ കാരണം ഓട്ടോ സൈക്കിളാണ് നമ്മുടെ പെട്രോൾ എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്ന സൈക്കിൾ. നമ്മളിപ്പോൾ നോർമലി പെട്രോൾ എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്ന സൈക്കിൾ, പെട്രോൾ എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്ന സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ. ഡീസൽ എഞ്ചിനകത്ത് ഡീസൽ സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈസ് ഗിവൺ ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ ഇസ് ആർ സി എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ ആണ്, ഗാമ അഡയബാറ്റിക് ഇൻഡെക്സ് ആണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഗാമ എന്ന് പറഞ്ഞാൽ അഡയബാറ്റിക് ഇൻഡെക്സ്, അല്ലെങ്കിൽ ഗാമ ഈക്വൽ CP ഡിവൈഡ് ബൈ CV എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസിൻ്റെ ഫോർമുല എങ്ങനെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം, ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ സി, ബി അല്ല, ഓപ്ഷൻ സി. കാരണം 1 - 1 ഡിവൈഡ് ബൈ RC റേസ് ടു ഗാമ -1 എന്നാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് പ്രോസസ്സ് എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് 1 to 2 PV റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ അഡയബാറ്റിക്, റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സാണ് ഇതും. ഓക്കെ, പിന്നെ വരുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡീഷൻ V ഈക്വൽ ടു 0. കാരണം ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈൻ, അതായത് V2 ഈക്വൽ ടു V3. അപ്പം ഇതിനകത്ത് Q ഹീറ്റ് സപ്ലൈ, ഇവിടെ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ, ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യം, ഈ ഒരു പ്രോസസ്സ്, അതായത് 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ്സ് റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയും. റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സ് ആകുമ്പോൾ അതിൻ്റെ ഫോർമുലയാണ് T2/T1, അതായത് സെക്കൻഡ് ടെമ്പറേച്ചർ, അതായത് സെക്കൻഡ് പോയിന്റിലെ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഫസ്റ്റ് പോയിന്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ V2 റേസ് ടു ഗാമ -1 ഈക്വൽ ടു P2/P1 റേസ് ടു ഗാമ -1. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്കുകളും കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യം, റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്കിൾസിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സിന് എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണിത്. T2/T1 ഈക്വൽ ടു V1/V2. കാരണം V1 ആണ് ഇതിൽ ലാർജ് നമ്പർ. ഓക്കെ, ലാർജ് വോളിയം കുറയാണ് ചെയ്യുന്നത്. V1 നിന്ന് V2ലേക്കാണ് പോകുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് വോളിയം കുറയാണ് ചെയ്യുന്നത്. അപ്പം ലാർജ് വാല്യൂ ഡിവൈഡ് ബൈ സ്മോൾ വാല്യൂ, അങ്ങനെ ആലോചിച്ചാൽ മതി. ടെമ്പറേച്ചർ ആണെങ്കിലും ലാർജ് ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ സ്മോൾ ടെമ്പറേച്ചർ, ലാർജ് വോളിയം ഡിവൈഡ് ബൈ സ്മോൾ വോളിയം, ലാർജ് പ്രഷർ ഡിവൈഡ് ബൈ സ്മോൾ പ്രഷർ. ഓക്കെ, അത് നോക്കിയാൽ മതി. P1 എന്ന് പറഞ്ഞ പ്രഷർ കുറവാണ്, P2 എന്ന് പറഞ്ഞ പ്രഷറാണ് കൂടുതൽ. അപ്പോൾ P2/P1. അപ്പം ഏത് വാല്യൂ എടുക്കണം എന്നുള്ളത് നിങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലാക്കേണ്ട ഈ ഒറ്റ കാര്യം ആലോചിക്കുക. ലാർജ് വാല്യൂ ഡിവൈഡ് ബൈ സ്മോൾ വാല്യൂ, മുകളിൽ ഗാമ -1. ഓക്കെ, ഇത് റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സിനാണ്. ഇനിയിപ്പം വേറെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ഡീസൽ സൈക്കിളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ, എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഈക്വൽ ടു 1 - 1 ഡിവൈഡ് ബൈ RC റേസ് ടു ഗാമ -1. ഇത് RC ആണ്. RC എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഷർ,
V1 by V2 equal to ഇതിൽ V1 by V2 എന്താ V1 by V2 equal to V4 by V3. The ratio of initial volume to ഫൈനൽ വോളിയം, അതായത് നമ്മളിപ്പോൾ കംപ്രസ് ചെയ്യാണ് 1 എന്ന് പറഞ്ഞ പോയിന്റ് 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കംപ്രസ് ചെയ്തു. അതേ പ്രോസസ്സ് തന്നെയാണ് ശരിക്കും ഇവിടെ നിന്ന് 3 എന്ന് പറഞ്ഞ പോയിന്റും 4 എന്ന് പറഞ്ഞ പ്രോസസ്സിലിരിക്കുന്നത്. ഓക്കെ, RC എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ. ഓക്കെ, കംപ്രഷൻ റേഷ്യോ അതാണ് ഇവിടെ തന്നിട്ടുണ്ട്. വേറെ RC ഇസ് ദ കംപ്രഷൻ റേഷ്യോ, ഗാമ ഇസിക്കൽ അഡിയബാറ്റിക് കംപ്രഷൻ ഇൻഡെക്സ്. അപ്പോൾ ഗാമ ഈക്വൽ ടു CP by CV. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ സി ഓട്ടോസൈക്കിളിൻ്റെ എഫിഷ്യൻസിയാണ് ചോദിച്ചത്. ദ റേഷ്യോ ഓഫ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ടു ദ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. നമ്മളിപ്പം ഏത് എഫിഷ്യൻസി എടുക്കുന്ന സമയത്തും എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിൻ്റെ, അതായത് റിലേറ്റീവായിട്ട് ചെയ്യാണ്. അതായത് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്നാൽ മാക്സിമം എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിപ്പം റേഷ്യോ ഓഫ് തെർമൽ എഫിഷ്യൻസി ഡിവൈഡ് ബൈ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, ഇത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് ഓക്കെ, അതായത് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ആണ് അതിനകത്ത് തെർമൽ ഔട്ട്പുട്ട് കിട്ടുന്ന എത്രയാണ് കേട്ടോ, അതിന് മാക്സിമം എഫിഷ്യൻസിയാണ് നമ്മുടെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. ഓക്കെ, ബാക്കിയുള്ള എഫിഷ്യൻസി ഒക്കെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി, അതായത് മാക്സിമം വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം, അല്ലെങ്കിൽ ആക്ച്വൽ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം, അങ്ങനെയൊക്കെ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്താണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഫിഷ്യൻസി പറഞ്ഞാൽ ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ തെർമൽ എഫിഷ്യൻസി. ഓക്കെ, അതായത് തെർമൽ പവർ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കൺസിഡർ ചെയ്യുക. അതായത് എഞ്ചിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന പവർ ആണ് അതിൻ്റെ അന്ന് ഷാഫ്റ്റിൽ എത്തുന്ന പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന ടൈമൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി പറഞ്ഞാൽ ടോട്ടലി ആ എയർ സൈക്കിളിൻ്റെ ടോട്ടൽ എഫിഷ്യൻസിനാണ് നമ്മുടെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തെർമലി ഔട്ട്പുട്ട് എത്ര കിട്ടുന്നു, ടർബൈൻ്റെ അകത്ത് വരുന്ന എഫിഷ്യൻസി എത്രയാണെന്ന രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഓൾ പ്രോസസ് ഇൻ ആൻ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ആർ അസ്യൂംഡ് ടു ബി. എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ പറയുന്ന കാര്യമാണ് എല്ലാ സൈക്കിളും എല്ലാ പ്രോസസ്സും അതിനകത്ത് റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നോർമൽ കേസിൽ എടുക്കുമ്പോൾ എല്ലാ പ്രോസസ്സും ഒരിക്കലും റിവേഴ്സിബിൾ പ്രോസസ്സ് നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു അസംഷനാണ്. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതൊക്കെ റിവേഴ്സിബിൾ സൈക്കിൾസ് ആണ്. അതായത് മുമ്പോട്ട് പോയ പാത്ത് നമ്മളിപ്പോൾ എങ്ങനെ പറയാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ പറയാം. ഈ ഒരു പ്രോസസ്സ് 1 to 2 പോയി, ആ പോയ പ്രോസസ്സ് തിരിച്ച് ആ ഫസ്റ്റ് പോയിന്റ് തന്നെ എത്തണം. ഓക്കെ, റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയാം. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സെയിം പാത്തിലൂടെ തന്നെ തിരിച്ചു വിടണം എന്നൊക്കെ പറയാം. പക്ഷേ നമ്മളിപ്പോൾ നോർമൽ കേസിൽ അങ്ങനെ ഒരു പോസിബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക ഇത് കിട്ടില്ല. അതായത് സൈക്കിൾസ് ആണെങ്കിലും ഒന്നും നമുക്ക് എന്താ റിവേഴ്സിബിൾ സൈക്കിൾസ് എന്നുള്ള രീതിയിലൊരു കൺസെപ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പം കാർനോട്ട് സൈക്കിളൊക്കെ നമ്മളിപ്പം എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഐസോതെർമൽ പ്രോസസ്സൊക്കെ ഉണ്ട്. ഐസോതെർമൽ പ്രോസസ്സ്, അതായത് നമ്മളിപ്പം കാർനോട്ട് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 2 റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സും 2 ഐസോതെർമൽ പ്രോസസ്സാണുള്ളത്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എയർ ആണ്, അല്ലേ? എയർ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ ഫ്ലൂയിഡ് ആണ്, അല്ലെ? ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സാധനമാണ് എയർ. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഐഡിയൽ ഫ്ലൂയിഡ് ഒരിക്കലും ഐസോതെർമലി കംപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഐസോതെർമലി ഹീറ്റ് അഡീഷൻ നടത്താനോ അല്ലെങ്കിൽ ഐസോതെർമലി കംപ്രഷൻ ചെയ്യാനോ അല്ലെങ്കിൽ കംപ്രഷൻ ചെയ്യാനോ അതുപോലെ തന്നെ എക്സ്പാൻഷൻ ചെയ്യാനോ നമുക്ക് പറ്റില്ല. ഓക്കെ, അതായത് ഐഡിയൽ ഫ്ലൂയിഡ് ഒരിക്കലും ഹീറ്റ് അഡീഷൻ, അതായത് ഇതിൻ്റെ അകത്ത് ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഹീറ്റ് അഡീഷൻ ഐസോതെർമലി ചെയ്യുകയാണെങ്കിൽ അന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഫേസ് ചേഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഈ ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ പറ്റില്ല. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ റോങ് അസംഷൻ ഫോർ കാൽക്കുലേഷൻ ഓഫ് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണ് അതിൻ്റെ റോങ് അസംഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ എല്ലാ പ്രോസസ്സും റിവേഴ്സിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ പ്രോസസ്സും റിവേഴ്സിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു സമയത്ത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾ പ്രോസസ് ആർ കൺസിഡർഡ് ടു ബി റിവേഴ്സിബിൾ, അത് കറക്റ്റാണ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് റിമെയിൻ കോൺസ്റ്റന്റ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. ഈ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ CP അല്ലെങ്കിൽ CV, ഈ രണ്ടെണ്ണം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, അപ്പം അതായത് സ്പെസിഫിക് ഹീറ്റ്, അതായത് ഹീറ്റ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ
ലിക്വിഡ് അല്ലെ ഫ്യൂവൽ എന്താണെങ്കിൽ അതിനകത്ത് വരുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് എന്താണോ അതിൻ്റെ ഹീറ്റ് ക്യാരിങ് കപ്പാസിറ്റി അത് കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയത്തിലും ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, ഇത് വന്നാൽ തന്നെയാണ് നമ്മളിപ്പോൾ ഗാമ ഈക്വൽ ടു CP ഡിവൈഡ് ബൈ CV എന്ന് എഴുതിയാൽ കഴിഞ്ഞാലും നമ്മുടെ ഇക്വേഷനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി പഠിച്ചിട്ടുണ്ട് 1 - 1 ഡിവൈഡ് ബൈ RC റേസ് ടു ഗാമ -1. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ ഗാമ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ എഫിഷ്യൻസി ചേഞ്ച് ആവും. അതുകൊണ്ട് തന്നെ ഈ ഗാമൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യരുത്. ഗാമൻ്റെ വാല്യൂ നമ്മൾ നോർമൽ എടുക്കുകയാണെങ്കിൽ 1.4 ആണ് നമ്മൾ നോർമൽ കേസിൽ അധികം ഉണ്ടാവാറുള്ളത്, അല്ലെങ്കിൽ 1.33 വരും, അല്ലെങ്കിൽ 1.67 വരും. ഓക്കെ, അതായത് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആറ്റംസിൻ്റെ എണ്ണത്തിനനുസരിച്ച് മോണോ ആറ്റമിക് ആണെങ്കിൽ 1.33 വരും, ഡയാറ്റോമാറ്റിക് ആണെങ്കിൽ അതായത് 2 ആറ്റം ഉണ്ടെങ്കിൽ അത് രണ്ട് മോളിക്യൂൾസ് എന്തോന്നാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്തായാലും അത് ഞാൻ ക്ലിയർ ആയിട്ട് വേറെ പറഞ്ഞുതരാം. ഓക്കെ, 1.33 വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രൈ ആറ്റമിക് ആണെങ്കിൽ 1.67 വരുന്നുണ്ട്. ഓക്കെ, അപ്പം നോ അക്കൗണ്ട് ഓഫ് മെക്കാനിസം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കൺസിഡർ. അപ്പം ഇതിൻ്റെ അകത്ത് വേറെ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അഡയബാറ്റിക് പ്രോസസ്സിലാണ് നമുക്ക് അധികവും അഡയബാറ്റിക് പ്രോസസ്സാണ് നമുക്ക് അധികവും വർക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും, Q = 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ കൺസിഡർ ചെയ്യുന്നത് 0 ആയിട്ടാണ്. അപ്പം 3 ഓപ്ഷനും ഇതിൻ്റെ അസംഷനാണ്. അപ്പം അസംഷൻ അല്ലാത്തത് ഗ്യാസ് ഡിസോസിയേറ്റഡ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റേറ്റിലാണ് ഓൾറെഡി ഉള്ളത്, പിന്നെ അത് ഡിസോസിയേറ്റ് ചെയ്ത് വേറെ സ്റ്റേറ്റിൽ പോകില്ല. ഓക്കെ, നമ്മളിപ്പോൾ നോർമലി ഒന്നും നോക്കണ്ട, ജസ്റ്റ് നോക്കുകയാണെങ്കിൽ സോളിഡ് അത് ഹീറ്റ് ആകുന്ന സമയത്ത് ലിക്വിഡ് ആവും, ലിക്വിഡ് ആയി കഴിഞ്ഞാൽ അത് ഗ്യാസ് ആവും അല്ലേ? ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഇതിൻ്റെ ഗ്യാസിൻ്റെ മുകളിൽ പിന്നെ ഹീറ്റ് ആയി കഴിഞ്ഞാൽ അത് വേറെ ഒരു സ്റ്റേറ്റിലേക്ക് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നൊന്നുമില്ല. സോളിഡ് ഡിസോസിയേറ്റഡ് ആണ് ലിക്വിഡ് ആണ്. അതായത് ഇത് കുറച്ചുകൂടി ക്ലോസ് പാക്കിംഗ് ആയിരിക്കും. സോളിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക ക്ലോസ് പാക്കിംഗ് കുറഞ്ഞു വരും. പിന്നെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് എന്നാൽ മാക്സിമം ഫ്രീ ആറ്റംസ് ആയിരിക്കും അധികം ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിനകത്തൊരു ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവാത്തൊരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ അകത്ത് റോങ് സ്റ്റേറ്റ്മെൻറ്റ്, റോങ് അസംഷൻ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ഫോർ മാക്സിമം വർക്ക് ഔട്ട്പുട്ട് ഇൻ 2-stage എക്സ്പാൻഷൻ ഗ്യാസ് ടർബൈൻ വിത്ത് പെർഫെക്റ്റ് ഇന്റർമീഡിയറ്റ് പ്രഷർ P. അതായത് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഗ്യാസ് ടർബൈൻ വരച്ചു, ഗ്യാസ് ടർബൈൻ്റെ ഔട്ട്പുട്ട് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് TS ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ 2 പ്രഷർ ലൈൻ P1 P2 എന്ന് പറഞ്ഞ പ്രഷർ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്താണ് നമ്മൾ ആ ഗ്യാസ് ടർബൈൻ്റെ കംപ്ലീറ്റ് സംഭവം നടക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ WC നടന്നു, പിന്നെ Q ഹീറ്റ് അഡിഷൻ, ഹീറ്റ് സപ്ലൈ, ഹീറ്റ് റിജക്ഷൻ QR. ഓക്കെ, ഇവിടെ വരുന്ന ഔട്ട്പുട്ടാണ് WT, ടർബൈൻ്റെ അകത്ത് കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ 1 to 2 ആണ് കംപ്രഷൻ നടക്കുന്നത്. അതിന് 2 to 3 എന്താ പറയുക ഹീറ്റ് അഡിഷൻ, ഐസോതെർമൽ എന്താ പറയുക കോൺസ്റ്റന്റ് പ്രഷർ P = കോൺസ്റ്റന്റ്, ഇവിടെയും P = കോൺസ്റ്റന്റ്. ഓക്കെ, വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ 2-stage എക്സ്പാൻഷൻ പ്രോസസ്സ്. 2-stage എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് ആണല്ലേ, ഇവിടെ 2 സ്റ്റേജ് ആയിട്ട് എക്സ്പാൻഷൻ നടക്കും. ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് P1 എന്ന ലൈൻ ഉണ്ട്, ഇതിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു ലൈനും കൂടി വരും. റീഹീറ്റിംഗ് എന്നൊക്കെ നടന്ന പ്രോസസ്സൊക്കെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ലൈൻ നമ്മളിപ്പോൾ നോർമലി എടുത്ത പോലെ 1 to 2 തന്നെ നടക്കുന്നു. അത് WC, അതായത് കംപ്രസർ വർക്ക് ഇൻപുട്ട് കൊടുത്തു. പിന്നെ ഈ ലൈന് 3 എന്ന് പറഞ്ഞ പോയിന്റ് എത്തി. അതിനുശേഷം അവിടെ ഒരു ടർബൈൻ WT1 എന്ന് പറഞ്ഞ ടർബൈൻ എക്സ്പാൻഷൻ നടത്തി. ഓക്കെ, പിന്നെ അതായത് 2-stage എക്സ്പാൻഷൻ ആണ്. അതിനുശേഷം കുറച്ചുകൂടി റീഹീറ്റ് ചെയ്ത് വീണ്ടും ഒരു എക്സ്പാൻഷൻ നടത്തി WT2. ഓക്കെ, അത് 2 എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 എക്സ്പാൻഷൻ നടക്കുമ്പോൾ മാക്സിമം ഇത് ഫസ്റ്റ് P1ഉം ഇത് P2 ആണ് പ്രഷർ ലൈൻ. അപ്പോൾ ഇതിനിടയ്ക്കില്ല P3 എന്ന് പറഞ്ഞ ലൈന് മാക്സിമം ടർബൈൻ വർക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ അറ്റ് P3 = നിങ്ങൾ വേറെ ഇക്വേഷൻ ഒന്നും നോക്കണ്ട, P1 P2. അതായത് ഇതിൻ്റെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞ സംഭവമല്ലേ, ജോമെട്രിക് മീൻ ആയിരിക്കും ഇൻ്റർമീഡിയറ്റ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി P = P1 P2. അതായത് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന പ്രഷർ, അതായത് മാക്സിമം വർക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ട കേസിൽ നമ്മുടെ 2-stage എക്സ്പാൻഷൻ പ്രോസസ്സിനകത്ത് 2 പ്രഷർ, അതായത് മിനിമം പ്രഷറും മാക്സിമം പ്രഷറും തരികയാണെങ്കിൽ ആ മിനിമം പ്രഷറിൻ്റെയും മാക്സിമം പ്രഷറിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ റൂട്ട് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാലാണ് അത് ഇൻ്റർമീഡിയറ്റ് പ്രഷർ കിട്ടുന്നത്. വേറെ ഒന്നുമില്ല, ജോമെട്രിക് മീൻ തന്നെ. ഓക്കെ, അത് ഓർത്തിരിക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരുവിധ എക്സാമിനൊക്കെ കണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഓർത്തിരിക്കുക. ബാക്കി എല്ലാ എന്താ പറയുക എക്സാമ്പിളും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഈ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതായത് ഓപ്ഷൻ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷനാണ്.
ഓക്കെ. ഇനി the ideal efficiency of Erikson cycle with perfect regeneration and operating between 2 given temperature limit. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റെർലിംഗ് സൈക്കിൾ, അതുപോലെ തന്നെ എറിക്സൺ സൈക്കിൾ ഇതൊക്കെ എന്താ പറയുക റീജനറേറ്റീവ് സൈക്കിളാണ്. അപ്പോൾ ഈ റീജനറേറ്റീവ് സൈക്കിളിൻ്റെ റീജനറേഷൻ 100% ആവുകയാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി പറഞ്ഞാൽ അതൊരു കാർനോട്ട് സൈക്കിൾ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, കാർനോട്ട് സൈക്കിൾ റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പം ഇതിൻ്റെ എഫിഷ്യൻസി റീജനറേഷൻ ആണ് 100% ഒരിക്കലും ആവില്ല. അതുകൊണ്ട് തന്നെ കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസിന് അത്ര എത്തിയില്ല. ഓക്കെ. അപ്പോൾ ഇതിൽ പറയുന്നത് ഐഡിയൽ എഫിഷ്യൻസി ഓഫ് ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഐഡിയൽ കണ്ടീഷൻ, ആക്ച്വൽ കണ്ടീഷൻ അല്ല. എഫിഷ്യൻസി ഓഫ് എ എറിക്സൺ സൈക്കിൾ വിത്ത് പെർഫെക്റ്റ് റീജനറേഷൻ, അതായത് 100% റീജനറേഷൻ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ 2 ടെമ്പറേച്ചർ ലിമിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഈക്വൽ ടു, അതായത് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു കാർനോട്ട് സൈക്കിൾ. ഓക്കെ. വേറെ ഒരു ഓപ്ഷൻ നോക്കണ്ട, കാർനോട്ട് സൈക്കിളാണ് മാക്സിമം 100% എഫിഷ്യൻസി ഉള്ള എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കാർനോട്ട് എഞ്ചിൻ ആയിരിക്കും. ഓക്കെ. കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസിന് അത്ര തന്നെ വരുന്നതാണ് പറയുന്നത്. സ്റ്റെർലിംഗ് സൈക്കിളിൻ്റെ എറിക്സൺ സൈക്കിളിൻ്റെ റീജനറേഷൻ 100% ആണെങ്കിൽ. ഓക്കെ. അത് ഓർത്തിരിക്കാം. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ സൈക്കിൾസിൻ്റെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം, നോട്ട് ചെയ്യാം. എയർ സൈക്കിൾ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർ സൈക്കിളിൻ്റെ ഫസ്റ്റ് വൺ വരുന്നത് കാർനോട്ട് സൈക്കിൾ. രണ്ടാമത്തത് ഓട്ടോ സൈക്കിൾ. നമ്മളിപ്പോൾ ഏകദേശം ഇതേ രീതിയിലൊക്കെ തന്നെയാണ് പഠിക്കുക. ഓക്കെ. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കാർനോട്ട് സൈക്കിളിനകത്ത് എയർ ആണ് എല്ലാത്തിനകത്തും എന്താ വർക്കിംഗ് ഫ്ലൂയിഡ് എയർ ആണ്. ഓക്കെ. അപ്പം മൂന്നാമത്തത് ഡീസൽ സൈക്കിൾ. നാലാമത്തത് ഡുവൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് ഡീസൽ സൈക്കിൾ പ്ലസ് ഓട്ടോ സൈക്കിളാണ് വരുന്നത്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തത് നേരത്തെ പറഞ്ഞ സ്റ്റെർലിംഗ് സൈക്കിൾ. പിന്നെ ആറാമത്തത് എറിക്സൺ സൈക്കിൾ. സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്താണ് കേട്ടോ. നമ്മൾ നോർമൽ പെന്നുകൊണ്ട് എഴുതുന്ന പോലെ ഇതിനകത്ത് കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ. അപ്പം ഇത്രയാണ് എയർ സൈക്കിൾസ്, എക്സാമ്പിൾസ് ഓഫ് എയർ സൈക്കിൾസ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഗ്യാസ് സൈക്കിൾസ്. എന്താണ് ഒന്ന് പറഞ്ഞു, ബ്രാട്ടൺ സൈക്കിൾ. രണ്ടാമത്തത് അറ്റ്കിൻസൺ സൈക്കിൾ. ഓക്കെ. ഇതൊക്കെ എന്താണെന്നൊക്കെ പഠിക്കണമെന്നല്ലേ കുറച്ച് എന്താ പറയുക ടാസ്ക് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും സൈക്കിൾസിനകത്ത് ഓരോ പ്രോസസ്സുകളുണ്ട്. അതായത് അതിൻ്റെ TS ഡയഗ്രാം, PSB ഡയഗ്രാം, അതിനകത്ത് എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ പഠിച്ചു വേണമെങ്കിൽ ഒരുപാട് ലെങ്ത് വരും. മിനിമം ഒരു 3 to 4 hours കംപ്ലീറ്റ് ക്ലാസ് എടുക്കാനുണ്ടാവും മിനിമം. അതിന് മുകളിലോട്ടല്ലാണ്ട് കുറഞ്ഞു വരില്ല. അപ്പോൾ അതാണ് ജസ്റ്റ് സിമ്പിളായിട്ട് ഈ പേരെങ്കിലും ഓർത്തിരിക്കാനുള്ള രീതി പറഞ്ഞത്. ഓക്കെ. ഗ്യാസ് സൈക്കിൾസ് ആണ് ഇത് കഴിഞ്ഞു. ഓക്കെ. ഇനി വരുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ഒരു സ്റ്റീം സൈക്കിൾ. സൈക്കിളിനകത്ത് ഒരെണ്ണേ ഉള്ളൂ, റാങ്കൈൻ സൈക്കിൾ എന്നാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും റാങ്കൈൻ സൈക്കിൾ. എവിടെയെങ്കിലും പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് റാങ്കൈൻ സൈക്കിളിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്യാം. ഓക്കെ. ഇനി വരുന്നത് റെഫ്രിജറേഷൻ സൈക്കിളാണ്. ഇത്രയും കാര്യം, അതായത് എയർ സൈക്കിൾ ആണെങ്കിലും ഗ്യാസ് സൈക്കിൾസ് ആണെങ്കിലും സ്റ്റീം സൈക്കിൾ ആണെങ്കിലും ഓക്കെ, ഇതിനകത്ത് എന്താ പറയുക വർക്കിംഗ് ഫ്ലൂയിഡ് സ്റ്റീം ആയിരിക്കും, ഇതിനകത്ത് ഗ്യാസ് ആയിരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഓക്കെ. കംപ്ലീറ്റ്ലി വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന. നേരെ മറിച്ച് റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ വർക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. നമുക്ക് കിട്ടുന്നത് റെഫ്രിജറേഷൻ എഫക്റ്റ് ആണ്. ഓക്കെ. നമ്മൾ ഇൻപുട്ട് നമ്മൾ കറണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് മറ്റേതൊക്കെ നമുക്ക് പവർ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ബാക്കിയുള്ള സൈക്കിൾസ് ഒക്കെ. ഇതൊക്കെ ഫോർവേഡ് സൈക്കിൾസ് ആണ്. നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു സൈക്കിളിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആണെങ്കിൽ ഇത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ ഇത് വർക്ക് ഔട്ട്പുട്ട്. ഓക്കെ. നേരെ മറിച്ച് സൈക്കിളിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വിചാരിക്കാം. നമ്മളിപ്പോൾ ഓരോ സൈക്കിൾ പഠിച്ചില്ലേ, ഇങ്ങനെ ഈ സൈക്കിൾ പഠിച്ചില്ലേ, അപ്പം ഈ ഡയറക്ഷനില്ലേ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. നേരെ മറിച്ച് ആ സൈക്കിൾ തിരിച്ചിങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഇത് രണ്ടും സെയിം ആണല്ലേ. ഇത് ഡയറക്ഷൻ അല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ. റെഫ്രിജറേഷൻ സൈക്കിൾ വരുന്ന സമയത്ത് സൈക്കിളിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവും. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. നമ്മൾ കാർനോട്ട് സൈക്കിൾ തന്നെ അതിൻ്റെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ വരുന്നുണ്ട്.
രണ്ടാമത്തത് ബെൽ കോൾമൺ സൈക്കിൾ. പിന്നെ മൂന്നാമത്തത് VCRS, അതായത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. നാലാമത്തത് VARS, വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പം 4 സൈക്കിൾസ് ഇതിനകത്ത് റെഫ്രിജറേഷനകത്ത് വരുന്നുണ്ട്. അപ്പം ഏതെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ഈ സൈക്കിൾസിൻ്റെ ഏതെങ്കിലും ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ ബെൽ കോൾമാൻ സൈക്കിളിനെ നമ്മൾ റിവേഴ്സ്ഡ് ബ്രാട്ടൺ സൈക്കിൾ എന്നോ അല്ലെങ്കിൽ ജൂൾ സൈക്കിൾ എന്നോ പറയും. ഓക്കെ, ജൂൾ സൈക്കിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് പറയാനുള്ളത്. ജസ്റ്റ് കുറച്ച് ഹെവി ക്ലാസ്, ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിനകത്ത് ഏതെങ്കിലും സൈക്കിൾ സെപ്പറേറ്റ്ലി ഓരോന്ന് ഒക്കെ ആണെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇത് എത്രത്തോളം എന്താ പറയുക എഡിറ്റ് ചെയ്യാനുണ്ടാവുന്നൊക്കെ നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്താ പറയുക കൂടുതൽ ആൾക്കാരിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് വളരെ എന്താ പറയുക ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവ് സ്ട്രീം പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം ക്ലാസ് ഞാൻ എടുത്തു തരാം. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഏതൊരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കും. നേരെ മറിച്ച് സിമ്പിളായിട്ട് ഇതുപോലെ ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അത് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂടുതൽ എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ പറഞ്ഞു തരുന്നത്. കാരണം ഇംഗ്ലീഷിൽ നമുക്ക് ഒരുപാട് ക്ലാസ്സും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഒക്കെ ഒരുപാട് ക്ലാസ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എന്താ പറയുക പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നേരെ മറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആവും. അതുകൊണ്ടാണ് കൂടുതലും, അതായത് ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പം ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് ചാനൽ. അപ്പം എല്ലാവർക്കും അതായത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമ്മൾ അത്യാവശ്യം നല്ല റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള കാര്യം നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.